ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് സീരീസിന് മുന്നോടിയായി ഒരു മുൻ ഇംഗ്ലീഷ് പ്ലെയർ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾക്ക് ആഷസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ഓമപ്പ് മാച്ചസ് മാത്രമായിരിക്കുമെന്ന്. പൊതുവെ പരിചയസമ്പന്നത കുറവുള്ള ഒരു ടീം ലൈനപ്പുമായി ഇന്ത്യ ഇറങ്ങുമ്പോൾ ഏറെക്കുറെ എൻ്റെയും ചിന്ത അതായിരുന്നു. കോഹ്ലി, രോഹിത് ഒന്നുമില്ലാതെ ഒരു ഇന്ത്യൻ ടീം ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന്. എന്നാൽ നമ്മളിൽ മിക്കവരുടെയും ഇംഗ്ലണ്ടിൻ്റെയും പ്രതീക്ഷകൾ മൊത്തം തകർത്ത് ഈ പുത്തൻ ടീം വലിയൊരു പോരാട്ടം നടത്തി വന്നിരിക്കുന്നു. ആസ് എ ടീം മെമ്പേഴ്സ് മൊത്തം എഫേർട്ട് ഇട്ട ഒരു സീരീസ്, അതും സെരാരാജി പിച്ചിൽ. വണ്ടർഫുൾ എഫേർട്ട് ബൈ ടീം ഇന്ത്യ. 1 നമ്പർ തൊട്ട് 11 വരെ തിളങ്ങിയ 5 ടെസ്റ്റുകൾ, 25 ആവേശകരമായ ദിവസങ്ങൾ. പ്രായത്തിനൊത്ത പക്വത കാഴ്ചവെച്ച ജഡേജ, സിറാജ്, രാഹുൽ എന്നിവർ, ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കിൽ കളിച്ച ഗിൽ, ജയസ്വാൾ, പന്ത്, പ്രസിദ്ധ്, ആകാശ് ദീപ് എന്നിവർ, അങ്ങനെ മൊത്തം ഒരു ടീമായി കളിച്ച അനേകം ദിവസങ്ങൾ. ദിസ് ഈസ് ദ ന്യൂ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫോർ യു, ആൻഡ് ഏഷ്യ കപ്പ് വി ആർ കമ്മിങ് ഫോർ യു.